മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? യെസ്, തമ്പ് കണ്ടിട്ട് വന്നാണല്ലേ. എന്താ തമ്പ്? 10ാം ക്ലാസ്സിൽ A+ ലഭിക്കാൻ വേണ്ടിയിട്ട് ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഞങ്ങൾ എന്ത് പഠിക്കണം? 10ാം ക്ലാസ്സിൽ A+ കിട്ടാൻ വേണ്ടിയിട്ട് ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഞങ്ങൾ എന്ത് പഠിക്കണം? ഓരോരുത്തർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അത് നമ്മൾ അറിയിച്ചു തരും. സ്കൂളിലൊക്കെ 1ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര്? സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അറിയാനും പ്രതികരിക്കാനും. അല്ലേ? ഒരുപാട് എക്സാമുകളൊക്കെ നടന്നു. സ്കൂളിലൊക്കെ 1, 2, 3 ചാപ്റ്ററുകളായി അല്ലേ? അതായത് ട്യൂഷൻ സെന്ററിലൊക്കെ 1, 2, 3 ചാപ്റ്ററുകളായി. എല്ലാം പഠിച്ചു നിൽക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മൾ വിഷയം എന്ന് പറഞ്ഞാൽ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട, A+ കിട്ടാൻ വേണ്ടി പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണ്? കേട്ടോ? റെഡി ആയിരുന്നോ? എന്താ കേട്ടോ? ദാ നോക്ക്. നാഡീകോശത്തിന്റെ ഘടന, അതായത് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഓർമ്മല്ലേ? ഏതാ? നല്ല ചിത്രം വരയ്ക്കാൻ പഠിക്കണം. ഏത്? നമ്മുടെ ന്യൂറോണിന്റെ ചിത്രം വരയ്ക്കാൻ പഠിക്കണം. അടിക്കാത്ത ആൾക്കാർ A+ പ്രതീക്ഷിക്കണ്ട. നല്ല വൃത്തിക്ക് വരക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾ ആ തോന്നിയമാതിരി വരച്ചിട്ട് കാര്യമില്ല. നല്ല വൃത്തിക്ക് വരക്കണം. അതിന് 1 മാർക്കാ അല്ലേ? പിന്നെ അതിന്റെ ഓരോ ഘടകങ്ങൾ, ഓരോ പാർട്ടുകൾ പഠിക്കണം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അത് അറിയാതെ എന്ത് ചെയ്യണ്ട? പരീക്ഷക്കാരും പോണ്ട. ഓക്കെ അല്ലേ? A+ കിട്ടേണ്ട ആൾക്കാരെ കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താ? വിവിധ തരം നാഡികൾ. നമ്മുടെ ശരീരത്തില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെർവ്സ് ഉണ്ട് അല്ലെ? ന്യൂറോൺസ്. ഏതാ? സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ്, മിക്സഡ് നെർവ്സ്. അതെ, സംവേദനാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. ഇത് പഠിക്കാതെ എന്ത് ചെയ്യണ്ട? ആരും പോണ്ട. A+ന്റെ ആവശ്യമുള്ള ആൾക്കാർ ഇതിനൊക്കെ പോയിക്കോളി. പിന്നെ അടുത്ത എന്താ? നാഡീ വ്യവസ്ഥ. മനുഷ്യന്റെ നെർവസ് സിസ്റ്റം അറിയാതെ മക്കളെ പോണ്ട അല്ലേ? അതിൽ ആരെക്കുറിച്ച്? മസ്തിഷ്കം, ബ്രെയിനിനെ കുറിച്ചും സ്പൈനൽ കോഡിനെ കുറിച്ചും സുഷുമ്നനെ കുറിച്ചും, അതായത് നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനിനെ കുറിച്ചും സ്പൈനൽ കോഡിനെ കുറിച്ചും ആ 2 ചിത്രം മനപ്പാടായിട്ടാണ് പോക്കിയാൽ മതി അല്ലേ? അല്ലെങ്കിൽ പരീക്ഷ കണ്ട് പോയാൽ മതി. അല്ലാതെ ആരും പോണ്ട. മനസ്സിലായോ? ആ ചിത്രം എങ്ങനെ വരക്കണം, പകർത്തി വരക്കാൻ പല പ്രാവശ്യം ചോദിക്കും. അതിന്റെ ഓരോ പാർട്ട് ഏതാ? ബ്രെയിനിന്റെ സെറിബ്രം എവിടെയെന്ന് അറിയണം, സെറിബെല്ലം എവിടെയെന്ന് അറിയണം, തലാമസ് എവിടെയെന്ന് അറിയണം, ഹൈപ്പോതലാമസ് എവിടെയെന്ന് അറിയണം, മെഡുല്ല ഒബ്ലോങ്കേറ്റ എവിടെയെന്ന് അറിയണം. അതിന്റെ ഫങ്ഷൻസ് അറിയാതെ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോണ്ട. സ്പൈനൽ കോഡ് ആണെങ്കിലോ അതിന്റെ വെർട്ടിബ്രൽ കോളംസ് എവിടെയാണ്, നട്ടെല്ല് എവിടെയാണ്, അതിൻ്റെ ഉള്ളിൽ മെനിഞ്ചസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്പൈനൽ കോഡ് ഉണ്ട്, അതിന്റെ സെൻട്രൽ കനാൽ ഉണ്ട്, അതിൽ CSF ഉണ്ട് അല്ലെ? അതിന്റെ പുറത്ത് അല്ലെ ഏത് മേട്ടറാ? പറ. വൈറ്റ് മേട്ടർ ആണ്, അകത്ത് ഗ്രേ മേട്ടർ ആണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഇതറിയാതെ ഒരു കാരണവശാലും A+ പ്രതീക്ഷിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകണ്ട. 1ാമത്തെ ചാപ്റ്ററിൽ A+ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതൊക്കെ. പിന്നെ റിഫ്ലക്സ് ആക്ഷൻ, റിഫ്ലക്സ് പ്രവർത്തനം. നടന്നു പോണ സമയത്ത് പെട്ടെന്ന് കാലിലും മുള്ളെത്തുന്ന കാര്യമൊക്കെ അറിയില്ലേ? 2 തരം റിഫ്ലക്സ്, സ്പൈനൽ റിഫ്ലക്സ്, സെറിബ്രൽ റിഫ്ലക്സ്. അതിന്റെ ഫ്ലോ ചാർട്ട് ഏതാ? സ്റ്റിമുലേഷൻ, പിന്നെ സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, റിലേറ്റഡ് മസിൽസ്. മറക്കണ്ട. ഉദ്ദീപനം, ഗ്രാഹി, സംവേദനാഡി, ഇന്റർ ന്യൂറോണ്, പ്രേരകനാഡി, റിലേറ്റഡ് മസിൽ. ആ ഫ്ലോ ചാർട്ട്, അതായത് ബന്ധപ്പെട്ട പേശി, ആ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? എൻ്റെ മക്കൾ പോയാൽ മതി. അല്ലാത്ത വെറുതെ എന്ത് ചെയ്യണ്ട? A+ വാങ്ങാൻ ഇതൊന്നും അറിയാതെ എന്ത് ചെയ്യണ്ട? പോണ്ട. പിന്നെ അടുത്തത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, അതായത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും, സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക്. ഇതിന്ന് എങ്ങനെ ചോദ്യം വരിക? നിങ്ങൾക്ക് ചോദ്യം എങ്ങനെ വരികയെന്നറിയോ? സിമ്പതറ്റിക്കില് അല്ലെ, അതായത് പേടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് സിമ്പതറ്റിക്. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളുണ്ടല്ലോ. കണ്ണിലെ പ്യൂപ്പിൾ ഡിലൈറ്റ് ചെയ്യുന്നു, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, വായിൽ ഉമിനീരിന്റെ ഉൽപ്പാദനം കുറയുന്നു, സലൈവന്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അങ്ങനെ ഓരോന്നുണ്ടല്ലോ. പിന്നെ പാരാസിമ്പതറ്റിക്കിൽ ആണെങ്കിൽ കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു, സലൈവന്റെ പ്രൊഡക്ഷൻ കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് തരും. അപ്പുറത്തുള്ളതും സിമ്പതറ്റിക്കിലുള്ളതും പാരാസിമ്പതറ്റിക്കിലുള്ളതും മിക്സ് ആക്കി തരും. എന്നിട്ട് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ഒന്നും നമ്മളോട് പറയില്ല. നമ്മളോട് പറയും അനുയോജ്യമായ ഹെഡിങ് എഴുതിയിട്ട് ഇതിനെ പട്ടികപ്പെടുത്താൻ പറയും. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ് ഏതാ? ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. എന്ത്? ഇത് സിമ്പതറ്റിക് ആണ്, ഇത് പാരാസിമ്പതറ്റിക് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്താണ് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അങ്ങനെ ചോദ്യം വരിക. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? ഇനി അവസാനം നാഡീ വ്യവസ്ഥയും തകരാറുകളും അല്ലെ? നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്, അതായത് എപ്പിലെപ്സി, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്. രോഗം പഠിക്കണം. ഈ 3 രോഗം പഠിക്കണം. ഇതിന്റെ കാരണങ്ങൾ പഠിക്കണം, കോസസും പഠിക്കണം, അതിന്റെ സിംറ്റംസും പഠിക്കണം. ഈ പറഞ്ഞ സാധനങ്ങൾ പഠിക്കാതെ 1, 2, 3, 4, 5, 6
ഇത് പഠിക്കാതെ നിന്റെ മക്കൾ എന്ത് ചെയ്യണ്ട, A+ വാങ്ങാൻ വേണ്ടി കൊതിച്ചാണ് എന്ത് ചെയ്യണ്ട, പോകണ്ട. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ A+ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഈ പറയപ്പെടുന്ന എല്ലാ സാധനവും, ഈ 6 സാധനങ്ങളും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാണാം. ബൈ.